നമസ്കാരം. ഇന്നത്തെ യുവാക്കൾക്ക് സിനിമയോട് ഭയങ്കര പാഷനുണ്ട്. അപ്പം പാഷനും കഴിവും എല്ലാം വേണ്ട ഒരു ഫീൽഡാണ്. പിന്നെ സമയവും കണ്ടെത്തേണ്ട ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ്. അപ്പോൾ ഞാൻ അതിലൊക്കെ ഇപ്പോൾ ആക്ടിങ്ങും ഷോർട്ട് ഫിലിംസും റിവ്യൂസൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള വെട്ടത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇത്രയും ഞാനൊരു 12ാമത്തെ വയസ്സ് തുടങ്ങിയ ഫിലിമായിട്ട് ബന്ധപ്പെട്ട് അലച്ചിലോടെ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലിമിനെ കുറിച്ചൊരു A to Z അത്യാവശ്യം വേണ്ടത് അറിയാൻ പറ്റും. സിനിമ ലോ ബഡ്ജറ്റിലും ഹൈ ബഡ്ജറ്റിലും ചെയ്യാം. നമുക്കൊരു ബഡ്ജറ്റ് എത്രയെന്നുള്ളതൊരു കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു പ്രോസസ്സാക്കിയിട്ട് ചാർട്ട് ചെയ്യുക. ചാർട്ടിങ്ങും പ്ലാനിങ്ങുമാണ് സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് 73 മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിലിം സർട്ടിഫിക്കറ്റ് തരുള്ളൂ. എന്നാൽ സോണിയുടെയൊക്കെ ക്യാമറ ഉപയോഗിച്ചൊക്കെ ചെയ്യുക. ഫുൾ ഫ്രെയിമിലാണ് സോണിയുടെയൊക്കെ ക്യാമറ ഇപ്പോൾ ഷൂട്ടിംഗ് പർപ്പസ് ചെയ്യാൻ പറ്റുന്നത്. സിനിമ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിലേക്ക് എത്തിക്കുന്നത് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഒരു ചിന്താബോധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ആർക്കും ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ചെയ്യാം. അതൊരു അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിൽ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഡെഫിസൻസി ആയിട്ട് പറയാനുള്ള ഒരു ഡെഫിനേഷനായിട്ട് പറയാനുള്ള ഡെഫിസൻസി അല്ല ഡെഫിനേഷൻ. അപ്പോൾ 1 കോടിക്കും 5 ലക്ഷത്തിനും വരെ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബഡ്ജറ്റൊക്കെ ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ നോക്കിയാൽ ഒരു സിനിമ കാരനാകാൻ ശ്രമിക്കുന്ന ആൾക്ക് ഒരു സക്സസ് ഫിലിം മേക്കർ ആകാനായിട്ട് ശ്രമിക്കാൻ പറ്റും. കാരണം സിനിമ എന്നൊരു ലോകം എന്ന് പറഞ്ഞാൽ മായിക ലോകം തന്നെ പറയാം. സ്റ്റാർട്ട് ക്യാമറ, റോൾ ക്യാമറ, ക്യാമറ ടേൺ, ഓൾ അസോസിയേറ്റ്സ് ഗെറ്റ് റെഡി, ആക്ഷൻ. അപ്പോ നമ്മുടെ അഭയകുമാർ ആലപ്പിയുടെ കുട്ടനാട് പാട്ടിന് ശേഷം പുതിയൊരു ആൽബം സോങ്ങുമായി അഭയകുമാർ ആലപ്പി സാറ് തയ്യാറായിരിക്കുകയാണ്. റെക്കോർഡിംഗിലേക്ക് പോയിരിക്കുകയാണ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോ ആശംസകൾ നേരുന്നു. ഹലോ, ജോബി വരും കറക്റ്റ് ടൈമിന് വരും. സ്റ്റുഡിയോ കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ശരി. എന്താണ് ചേട്ടാ രാവിലെ പരിപാടി? രാവിലെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. എവിടെയാണ്? കൊച്ചിയിൽ. എന്താ പരിപാടി? ഒരു ആൽബം സോങ് ആണ്. MG ശ്രീകുമാർ സാറാണ് പാടുന്നത്. ഏത് ഇതിനു മുമ്പ് ചേട്ടൻ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് കുട്ടനാട് എന്ന് പറഞ്ഞ സോങ്, കുട്ടനാട് എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തായിരുന്നു. MG ശ്രീകുമാർ സാറാണ് പാടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു ആൽബം സോങ് അമ്പിളി ചന്തം എന്നാണ് ആൽബത്തിന്റെ പേര്. MG ശ്രീകുമാർ സാറാണ് പാടുന്നത്. ശരി. അപ്പൊ അങ്ങോട്ട് ഞങ്ങള് റെക്കോർഡിങ്ങിന്റെ കാര്യത്തിന് വേണ്ടി പോകും. ഓക്കെ, നടന്നു. ഓക്കെ.